നമസ്കാരം. STV വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂർ ജില്ലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF-ന് വൻ മുന്നേറ്റം. ഏങ്ങണ്ടിയൂർ മുതൽ എറിയാട് വരെയുള്ള പഞ്ചായത്തുകളിൽ നാട്ടികയൊഴികെ എല്ലാ പഞ്ചായത്തുകളും LDF-ന്. കയ്പമംഗലം പഞ്ചായത്ത് LDF പിടിച്ചെടുത്തു. ദേശീയപാതയിൽ തൃത്തല്ലൂർ ഏഴാംകല്ലിൽ ബൈക്കും കാറും കൂട്ടിയിടിച്ച് ചളിങ്ങാട് സ്വദേശിയായ യുവാവ് മരിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ തൃശൂർ ജില്ലയിൽ LDF-ന് വൻ മുന്നേറ്റം. ഏങ്ങണ്ടിയൂർ മുതൽ എറിയാട് വരെയുള്ള പഞ്ചായത്തുകളിൽ നാട്ടിക ഒഴികെ എല്ലാ പഞ്ചായത്തുകളും LDF-ന് ലഭിച്ചു. കയ്പമംഗലം പഞ്ചായത്ത് LDF പിടിച്ചെടുത്തു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ LDF-ന് 13 സീറ്റും UDF-ന് 5 സീറ്റും BJP-ക്ക് 2 സീറ്റും ലഭിച്ചു. ഒന്നാം വാർഡിൽ LDF-ലെ NS പ്രണവ് 179 വോട്ടുകൾക്കാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. രണ്ടാം വാർഡ് സലഫി നഗറിൽ LDF-ലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി അജീഷ നവാസ് 341 വോട്ടുകൾക്കാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. മൂന്നാം വാർഡിലെ ഗ്രാമലക്ഷ്മിയിൽ UDF സ്ഥാനാർത്ഥി സുരേഷ് കൊച്ചുവീട്ടിൽ 91 വോട്ടുകൾക്കും തിരഞ്ഞെടുക്കപ്പെട്ടു. നാലാം വാർഡ് പഞ്ചായത്ത് ഓഫീസ് വാർഡിൽ PA സജീർ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി 71 വോട്ടുകൾക്കാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. മഹാത്മാ അഞ്ചാം വാർഡിൽ LDF-ലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ലതാ ഭരതൻ 51 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടു. ആറാം വാർഡിലെ BJP സ്ഥാനാർത്ഥി മധുബായ് ബാബു കരിമ്പറമ്പിൽ 21 വോട്ടുകൾക്കാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. കടമാട്ടുപാടം ഏഴാം വാർഡിൽ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി ഫൗസിയ ഷമീർ 59 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. മണ്ണുങ്ങൽ എട്ടാം വാർഡിൽ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി സിന്ധു 213 വോട്ടുകൾക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. കാക്കാത്തുരുത്തി ഒൻപതാം വാർഡിൽ UDF-ലെ ഷാജിദ ഇക്ബാൽ 50 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടു. ചളിങ്ങാട് 10ആം വാർഡിൽ UDF-ലെ ദമയന്തി ദാസൻ 46 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലും തിരഞ്ഞെടുക്കപ്പെട്ടു. പ്രിയദർശിനി 11ആം വാർഡിൽ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി അഖില വേണി 206 വോട്ടുകൾക്കാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. 3 പീടിക 12ആം വാർഡിൽ UDF-ലെ CS സതീഷ് 87 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടു. വഴിയമ്പലം 13ആം വാർഡിൽ LDF സ്ഥാനാർത്ഥി TV സുരേഷ് 286 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടു. ദേവമംഗലം 14ആം വാർഡിൽ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി ജിസ്നി 19 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. 18ആം വാർഡ് ഫിഷറീസിൽ UDF സ്ഥാനാർത്ഥി PT രാമചന്ദ്രൻ 39 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലും തിരഞ്ഞെടുക്കപ്പെട്ടു. തായ്നഗർ 16ആം വാർഡിൽ LDF സ്ഥാനാർത്ഥി ഗോപാലകൃഷ്ണ മേനോൻ 79 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. കാളമുറി 17ആം വാർഡിൽ LDF സ്ഥാനാർത്ഥി PC മനോജ് 336 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. ഹെൽത്ത് സെന്റർ 18ആം വാർഡിൽ LDF സ്ഥാനാർത്ഥി KA സൈനുദ്ദീൻ 32 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലും വിജയിച്ചു. കടപ്പുറം 19ആം വാർഡിൽ BJP സ്ഥാനാർത്ഥി സീന സജീവൻ 170 വോട്ടുകൾക്ക് വിജയിച്ചു. 20ആം വാർഡ് സ്ഥാനാർത്ഥി LDF-ലെ ഖദീജ പുതിയ വീട്ടിലും 198 വോട്ടുകൾക്കാണ് വിജയിച്ചത്. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ LDF-ന് 13 സീറ്റും UDF-ന് 5 സീറ്റും ലഭിച്ചു. ഒന്നാം വാർഡായ പൈനൂരിൽ LDF സ്ഥാനാർത്ഥി ഉഷ വേലായുധൻ 211 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ, കുട്ടമംഗലം രണ്ടാം വാർഡിൽ LDF സ്ഥാനാർത്ഥി സൈനുദ്ദീൻ മാസ്റ്റർ 55 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടു. മുനയം മൂന്നാം വാർഡിൽ UDF സ്ഥാനാർത്ഥി അമ്പിളി പ്രിൻസ് 1 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. എടത്തിരുത്തി സൗത്ത് 4ആം വാർഡിൽ LDF സ്ഥാനാർത്ഥി രഞ്ജിനി സത്യൻ 49 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. ചന്ദ്രാപ്പിനി ഈസ്റ്റ് 5ആം വാർഡിൽ LDF സ്ഥാനാർത്ഥി ശ്രീദേവി ദിനേശ് ആണ് 189 വോട്ടുകൾക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. കോഴിത്തുമ്പ് 6ആം വാർഡിൽ UDF സ്ഥാനാർത്ഥി AK ജമാൽ 138 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. ചിറക്കൽ 7ആം വാർഡിൽ UDF സ്ഥാനാർത്ഥി PA അബ്ദുൽ ജലീൽ 253 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. മണ്ഡലാക്കിൽ 8ആം വാർഡിൽ MU ഉമറുൽ ഫാറൂഖ് UDF സ്ഥാനാർത്ഥി 4 വോട്ടുകൾക്കാണ് വിജയിച്ചത്. ചാമക്കാല 9ആം വാർഡിൽ UDF സ്ഥാനാർത്ഥി ഷെറീന ഹംസ 404 വോട്ടുകൾക്കാണ് വിജയിച്ചത്. തലാപുരം 10ആം വാർഡിൽ LDF സ്ഥാനാർത്ഥി ഗീത മോഹൻദാസ് 196 വോട്ടുകൾക്ക് വിജയിച്ചു. ചന്ദ്രാപ്പിനി സൗത്ത് 11ആം വാർഡിൽ ഷിഹാസ് മുരുത്തറ LDF സ്ഥാനാർത്ഥി 26 വോട്ടുകൾക്കാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ചന്ദ്രാപ്പിനി നോർത്ത് 12ആം വാർഡിൽ LDF സ്ഥാനാർത്ഥി രജിത ബാലൻ
219 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലും വിജയിച്ചു. കണ്ണമ്പള്ളിപ്പുറം 13-ാം വാർഡിൽ LDF സ്ഥാനാർത്ഥി TV മനോഹരൻ 379 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. എടത്തിരുത്തി 14-ാം വാർഡിൽ LDF സ്ഥാനാർത്ഥി നവമി പ്രസാദ് 295 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. പെരുമ്പടപ്പ് 15-ാം വാർഡിൽ ഹേന രമേശ് LDF സ്ഥാനാർത്ഥി 274 വോട്ടുകൾക്കാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ബാലബോധിനി 16-ാം വാർഡിൽ LDF സ്ഥാനാർത്ഥി ബൈന പ്രദീപ് 503 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. 17-ാം വാർഡ് എടത്തിരുത്തി വെസ്റ്റിൽ നിലവിലെ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ AV സതീഷ് LDF സ്ഥാനാർത്ഥി 34 വോട്ടുകൾക്കും വിജയിച്ചു. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിൽ LDF 12 സീറ്റും UDF 2 സീറ്റും BJP 1 സീറ്റും നേടി. 1-ാം വാർഡ് പെരിഞ്ഞനം നോർത്തിൽ LDF സ്ഥാനാർത്ഥി സ്മിത ഷാജി 59 വോട്ടുകൾക്കാണ് വിജയിച്ചത്. 2-ാം വാർഡ് മഹ്ലറ വാർഡിൽ LDF സ്ഥാനാർത്ഥി സായിദ മുത്തുകോയത്തങ്ങൾ 261 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടു. അച്ചംകണ്ടം 3-ാം വാർഡിൽ LDF സ്ഥാനാർത്ഥി സതീഷ് 129 വോട്ടുകൾക്കാണ് വിജയിച്ചത്. 4-ാം വാർഡ് പെരിഞ്ഞനം സെൻട്രൽ വാർഡിൽ LDF സ്ഥാനാർത്ഥി അജയൻ 320 വോട്ടുകൾക്കാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. 3 പീടിക 5-ാം വാർഡിൽ LDF സ്ഥാനാർത്ഥി പ്രജിത 44 വോട്ടുകൾക്കും ഹൈസ്കൂൾ 6-ാം വാർഡിൽ CK റീജ UDF സ്ഥാനാർത്ഥി 75 വോട്ടുകൾക്കും കനാൽ 7-ാം വാർഡിൽ UDF സ്ഥാനാർത്ഥി KK കുട്ടൻ 48 വോട്ടുകൾക്കും വിജയിച്ചു. ചക്കരപ്പാടം 8-ാം വാർഡിൽ KS ദിലീപ് കുമാർ LDF സ്ഥാനാർത്ഥി 201 വോട്ടുകൾക്കാണ് വിജയിച്ചത്. ശ്രീമുരുക 9-ാം വാർഡിൽ LDF സ്ഥാനാർത്ഥി ശൈലജ പ്രതാപൻ 104 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടു. കുറ്റിലക്കടവ് 10-ാം വാർഡിൽ സുധീർ LDF സ്ഥാനാർത്ഥി 219 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. കൊറ്റംകുളം 11-ാം വാർഡിൽ LDFിലെ ഹേമലത 297 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. പെരിഞ്ഞനം സൗത്ത് 12-ാം വാർഡിൽ LDF സ്ഥാനാർത്ഥി സിന്ധു ഉണ്ണികൃഷ്ണൻ 174 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടു. 13-ാം വാർഡ് ഓണപ്പറമ്പിൽ BJP സ്ഥാനാർത്ഥി കവിത സജീവൻ 35 വോട്ടുകൾക്കും തെരഞ്ഞെടുക്കപ്പെട്ടു. കടപ്പുറം 14-ാം വാർഡിൽ KK സച്ചിത്ത് LDF സ്ഥാനാർത്ഥി 325 വോട്ടുകൾക്കാണ് വിജയിച്ചത്. കടപ്പുറം 15-ാം വാർഡിൽ ബിന്ദു LDF സ്ഥാനാർത്ഥി 130 വോട്ടുകൾക്കും വിജയിച്ചു. മധുരകം ഗ്രാമപഞ്ചായത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ LDFന് 14 സീറ്റും UDFന് 3 സീറ്റും ലഭിച്ചു. 1-ാം വാർഡായ കൂളിമുട്ടം നോർത്തിൽ LDF സ്ഥാനാർത്ഥി EG സുരേന്ദ്രൻ 409 വോട്ടുകൾക്കാണ് വിജയിച്ചത്. നെടുമ്പറമ്പ് എന്ന 2-ാം വാർഡിൽ UDF സ്ഥാനാർത്ഥി ഹനീഫ പത്താഹ് കളപ്പറമ്പത്ത് 42 വോട്ടുകൾക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. കാതിക്കോട് എന്ന 3-ാം വാർഡിൽ LDF സ്ഥാനാർത്ഥി മുഹമ്മദ് പഴുവത്തുപറമ്പിൽ 26 വോട്ടുകൾക്കും 4-ാം വാർഡ് പുതിയകാവ് ഈസ്റ്റിൽ KK അഹമ്മദ് കബീർ LDF സ്ഥാനാർത്ഥി 278 വോട്ടുകൾക്കും തെരഞ്ഞെടുക്കപ്പെട്ടു. 5-ാം വാർഡ് പുന്നയ്ക്കവസാറിൽ ബിന്ദു സന്തോഷ് LDF സ്ഥാനാർത്ഥി 166 വോട്ടുകൾക്കാണ് വിജയിച്ചത്. 6-ാം വാർഡ് പള്ളിവളവിൽ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി ആനി റോയ് 32 വോട്ടുകൾക്ക് വിജയിച്ചു. 7-ാം വാർഡ് മതിലകം വാർഡിൽ LDF സ്ഥാനാർത്ഥി KY അസീസ് 282 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. 8-ാം വാർഡ് പൂവത്തുംകടവിൽ UDFിലെ സുനിൽ പുതിയടത്ത് 39 വോട്ടുകൾക്കാണ് വിജയിച്ചത്. 9-ാം വാർഡ് ഓണച്ചമാവ് വാർഡിൽ LDF സ്ഥാനാർത്ഥി VK രഘുനാഥ് 281 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടു. ഹൈസ്കൂൾ എന്ന 10-ാം വാർഡിൽ LDF സ്ഥാനാർത്ഥി ഹസീന റഷീദ് 214 വോട്ടുകൾക്കാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. 11-ാം വാർഡ് കളരിപ്പറമ്പിൽ UDF സ്ഥാനാർത്ഥി സിന്ധു രവീന്ദ്രൻ 36 വോട്ടുകൾക്കും 12-ാം വാർഡ് പുതിയകാവ് സൗത്ത് വാർഡിൽ KV അജിത് കുമാർ LDF സ്ഥാനാർത്ഥി 265 വോട്ടുകൾക്കും തെരഞ്ഞെടുക്കപ്പെട്ടു. കഴിവിലങ്ങ് എന്ന 13-ാം വാർഡിൽ നിലവിലെ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ LDFിലെ വിജയലക്ഷ്മി ബാലകൃഷ്ണൻ 49 വോട്ടുകൾക്ക് വിജയിച്ചു. തട്ടുങ്ങൽ എന്ന 14-ാം വാർഡിൽ LDFിലെ VS രവീന്ദ്രൻ 251 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. 15-ാം വാർഡ് എമ്മാടിൽ ഓമന സദാശിവൻ കിള്ളികുളങ്ങര LDF സ്ഥാനാർത്ഥി 214 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. പൊക്ലായ് 16-ാം വാർഡിൽ LDFിലെ ഹേമലത ഗോപാലൻ 170 വോട്ടുകൾക്കാണ് വിജയിച്ചത്. കൂളിമുട്ടം സൗത്ത് വാർഡിൽ LDF സ്ഥാനാർത്ഥി സുവർണ ജയശങ്കർ 146 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലും തെരഞ്ഞെടുക്കപ്പെട്ടു. SN പുരം പഞ്ചായത്തിൽ LDFന് 12 സീറ്റും UDFന് 2 സീറ്റും BJPക്ക് 7 സീറ്റും ലഭിച്ചു. എറിയാട് ഗ്രാമപഞ്ചായത്തിൽ LDFന് 19 സീറ്റും UDFന് 4 സീറ്റും ലഭിച്ചു. എടവിലങ്ങ് ഗ്രാമപഞ്ചായത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ LDFന് 7 സീറ്റും UDFന് 3 സീറ്റും BJPക്ക് 3 സീറ്റും ലഭിച്ചു.
നാട്ടിക ഗ്രാമപഞ്ചായത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ UDF 9 സീറ്റുകളിലും LDF 4 സീറ്റുകളിലും BJP 1 സീറ്റിലും വിജയിച്ചു. വലപ്പാട് ഗ്രാമപഞ്ചായത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ LDF 11 സീറ്റിലും UDF 3 സീറ്റിലും BJP 2 സീറ്റിലും മറ്റുള്ളവർ 4 സീറ്റിലും വിജയിച്ചു. തളിക്കുളം ഗ്രാമപഞ്ചായത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 8 സീറ്റ് LDFനും 5 സീറ്റ് UDFനും 2 സീറ്റുകൾ BJPക്കും 1 സീറ്റ് സ്വതന്ത്ര സ്ഥാനാർത്ഥിക്കും ലഭിച്ചു. വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ LDFന് 13 സീറ്റുകൾ ലഭിച്ചു. UDFന് 1 സീറ്റും BJPക്ക് 4 സീറ്റും ലഭിച്ചു. പടിയൂർ ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ LDFന് 8 സീറ്റ് ലഭിച്ചു. UDFന് 4 സീറ്റും BJPക്ക് 2 സീറ്റും ലഭിച്ചു. കാട്ടൂർ ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ LDFന് 7 സീറ്റും UDFന് 6 സീറ്റും സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് 1 സീറ്റും ലഭിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ LDFന് 13 സീറ്റുകൾ ലഭിച്ചു. UDFന് 1 സീറ്റ് മാത്രമാണ് ലഭിച്ചത്. ഒരിടത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയും വിജയിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ LDFന് 10 സീറ്റുകൾ ലഭിച്ചു. UDFന് 3 സീറ്റും ലഭിച്ചു. ജില്ലാ പഞ്ചായത്ത് കയ്പമംഗലം ഡിവിഷനിൽ നിന്നും LDF സ്ഥാനാർത്ഥി ET ടൈസൺ വിജയിച്ചു. ജില്ലാ പഞ്ചായത്തിന്റെ തളിക്കുളം ഡിവിഷനിൽ നിന്നും LDF സ്ഥാനാർത്ഥി മഞ്ജുള അരുണൻ വിജയിച്ചു. ജില്ലാ പഞ്ചായത്ത് തൃപ്പയാർ ഡിവിഷനിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി ശോഭ സുബിനും തെരഞ്ഞെടുക്കപ്പെട്ടു. കൊടുങ്ങല്ലൂർ നഗരസഭയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ LDF 24 സീറ്റുകളിലും BJP 16 സീറ്റുകളിലും വിജയിച്ചു. UDFന് 4 സീറ്റുകൾ മാത്രമാണ് കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിൽ നേടാനായത്. തീരദേശ പഞ്ചായത്തുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനാർത്ഥികളുടെ പ്രതികരണങ്ങൾ. ഞാൻ കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിൽ നിന്ന് 2ാം വാർഡിലെ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വിജയിച്ച അജീഷയാണ്. എൻ്റെ ഒരു വ്യക്തിപ്രഭാവം കൊണ്ടല്ല ഞാൻ ഒരിക്കലും ജയിച്ചു വന്നത്. എൻ്റെ പാർട്ടി പ്രവർത്തകരുടെയും മറ്റ് പൊതുപ്രവർത്തകരുടെയും കൂട്ടായ ഒരു ശ്രമഫലമാണ് ഇത്രയും വമ്പിച്ച ഭൂരിപക്ഷത്തോട് 341 വോട്ടിൻ്റെ ലീഡോടുകൂടി എനിക്ക് ജയിക്കാനായിട്ട് സാധിച്ചത്. അതുകൊണ്ട് എല്ലാ വോട്ടർമാർക്കും ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിലെ 1ാം വാർഡ് LDF സ്ഥാനാർത്ഥി പ്രണവനസ്. 1 മാസം നീണ്ട LDF പ്രവർത്തകരുടെയും CPM പ്രവർത്തകരുടെയും കൂട്ടായ ഒരു പ്രവർത്തനത്തിൻ്റെ വിജയമാണ് ഇന്നിവിടെ ഉണ്ടായിരിക്കുന്നത്. അഴിമതിക്കും വർഗീയതയ്ക്കുമെതിരെ ഉള്ള ജനങ്ങളുടെ വിധിയെഴുത്താണ് ഉണ്ടായിരിക്കുന്നത്. ഇതുവരെ നമുക്ക് വോട്ട് ചെയ്ത എല്ലാ ജനങ്ങൾക്കും എല്ലാ നാട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. UDFിൻ്റെ കാലങ്ങളായിട്ടുള്ള 4ാം വാർഡ് തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ്. ഇനിയുള്ള പോരാട്ടങ്ങളിൽ 4ാം വാർഡിലെ പ്രബുദ്ധരായ ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് 4ാം വാർഡിൻ്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടി ഊന്നൽ നൽകുമെന്ന് ഞാനിതിനാൽ ഉറപ്പുവരുന്നു. നിങ്ങൾക്കെല്ലാവർക്കും, എനിക്ക് വോട്ട് ചെയ്തവർക്കും വോട്ട് ചെയ്യാത്തവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഗ്രാമപഞ്ചായത്തിലെ 7ാം വാർഡിൽ നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിച്ചിരിക്കുന്നു. അതിൽ എന്നെ എല്ലാവരും വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ചിട്ടുണ്ട്. എല്ലാ വോട്ടർമാർക്കും ഞാൻ ഇതിൽ നന്ദി രേഖപ്പെടുത്തുന്നു. പെരിഞ്ഞനം 1ാം വാർഡിൽ നിന്ന് മത്സരിച്ച എനിക്ക് 59 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ഞാൻ വിജയിച്ചു. വാർഡിലെ എനിക്ക് വേണ്ടി പ്രവർത്തിച്ച എല്ലാ ആളുകൾക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും ഞാൻ ഈ അവസരത്തിൽ നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഇതിൽ നിന്നും 8ാം വാർഡിലെ സ്ഥാനാർത്ഥിയാണ്. ഇതിൽ നിന്ന് ജയിച്ചു വന്നത് 3 തവണയായിട്ട് അവിടെ LDF തന്നെ ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാർഡാണ്. അതിൻ്റെ ആ പ്രവർത്തനങ്ങൾ തന്നെ വിലയിരുത്തി തന്നെയാണ് ജനങ്ങൾ നമ്മളെ ജയിപ്പിച്ചിട്ടുള്ളത്. ആ സത്യസന്ധത കൂടെ തന്നെ നമ്മൾ നിൽക്കുള്ളൂ. ജനങ്ങളോടൊപ്പം നമ്മളുണ്ടാവും എന്നും. എല്ലാ എൻ്റെ വാർഡിലെ എല്ലാ മാന്യ വോട്ടർമാർക്കും എല്ലാവിധ ഹൃദയത്തിൻ്റെ ഭാഷയിൽ എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നു. 8ാം വാർഡിലെ സ്ഥാനാർത്ഥിയാണ് UDFിൻ്റെ. എന്നെ വിജയിപ്പിച്ച വോട്ടർമാർക്കും എനിക്ക് ഇങ്ങനെ ജയിക്കുന്നതിനുള്ള അവസരം ഒരുക്കി തരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിക്കും എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്കും മുഴുവൻ വോട്ടർമാർക്കും ഈ അവസരത്തിൽ നന്ദി പറയാൻ ഉപയോഗിക്കുകയാണ്. കയ്പമംഗലം പഞ്ചായത്തിലെ 14ാം വാർഡിലെ സ്ഥാനാർത്ഥിയാണ് ഞാൻ. 20 വർഷം ലീഗേര് തന്നെയായിരുന്നു ആ വാർഡ് ഭരിച്ചിരുന്നത്. ഇപ്രാവശ്യം INLൻ്റെ സ്ഥാനാർത്ഥിയായി LDFിൻ്റെ പിന്തുണയോട് കൂടെ ഞാൻ വിജയിച്ചിരിക്കുകയാണ്. അതിന് എന്നെ വിജയിപ്പിച്ച എല്ലാ വോട്ടർമാർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. എടത്തിരുത്തി പഞ്ചായത്തിലെ 8ാം വാർഡിൽ നിന്നാണ് ഞാൻ മണ്ഡലാക്കൽ വാർഡിൽ നിന്ന് മത്സരിച്ചിരുന്നത്. അവിടെ വലിയ വെല്ലുവിളി, എടത്തിരുത്തി പഞ്ചായത്തിലെ ഏറ്റവും കടുത്ത മത്സരം നടന്ന വാർഡിന് 8ാം വാർഡ്. UDF സംവിധാനത്തിൽ തന്നെ കോൺഗ്രസിൽ നിന്ന് തന്നെ എനിക്ക് റിബലുണ്ടായിരുന്നു, ഒരു ശക്തനായ റിബലായിരുന്നു. അയാളെയും അതുപോലെ തന്നെ LDFിനെയും നമ്മ തൂത്തെറിഞ്ഞുകൊണ്ട് 3 വോട്ടിന് ജനം എന്നെ അവിടെ പഞ്ചായത്ത് മെമ്പറായിട്ട് പഞ്ചായത്തിലേക്ക് അയക്കാൻ തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് വോട്ട് ചെയ്ത എല്ലാ ആളുകൾക്കും നന്ദി പറയുന്നു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിലെ 6ാം വാർഡ് കോഴുത്തുമ്പെന്ന വാർഡിൽ നിന്നും
ഒരു ജനപ്രതിനിധിയായി ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. അവിടുത്തെ ജനങ്ങൾ എന്നിലർപ്പിച്ച വിശ്വാസവും സൗഹൃദവുമാണ് എന്നെ വിജയിപ്പിക്കാൻ മുഖ്യ കാരണം. മാത്രമല്ല, കഴിഞ്ഞ 5 വർഷക്കാലം ഞാൻ പ്രതിദാനം ചെയ്ത വാർഡിനെ മികച്ച വാർഡാക്കി മാറ്റാൻ എന്നെ കൊണ്ട് കഴിഞ്ഞു എന്നുള്ള ആത്മവിശ്വാസവും ഈ നാട്ടിലെ ജനങ്ങളിലുണ്ട്. എടത്തിരുത്തി പഞ്ചായത്ത് 7-ാം വാർഡിലെ വോട്ടർമാർ പാർട്ടിക്കതീതമായി എനിക്ക് നൽകിയ, എന്നിൽ അർപ്പിച്ച വിശ്വാസമാണ് ഇത്രയും നല്ലൊരു 255 എന്നൊരു ഭൂരിപക്ഷത്തിൽ എനിക്ക് ജയിക്കാൻ കഴിഞ്ഞത്. അത് തുടർന്നും ഞാനൊരു ഒരു പക്ഷാപാതമില്ലാതെ ഈ വാർഡിലെ എല്ലാ ജനങ്ങൾക്കും മത, ജാതി, വർഗ, രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവർക്കും എന്നിൽ നിന്നും ഞാൻ ആ ഒരു എൻ്റെ കർത്തവ്യം നിർവഹിക്കുമെന്ന് ഞാൻ ഇപ്പോൾ ഉറപ്പ് നൽകുന്നു. എന്നെ വിജയിപ്പിച്ച 7-ാം വാർഡിലെ എല്ലാ വോട്ടർമാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൈപ്പമംഗലം പഞ്ചായത്തിൽ ഭരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. മികച്ച ഭൂരിപക്ഷത്തിൽ UDF സ്ഥാനാർത്ഥികളെ തറപറ്റിച്ചുകൊണ്ട് LDFിൻ്റെ ചൈത്രയാത്ര തുടരുകയാണ്. എല്ലാ വോട്ടർമാർക്കും ഈ സന്ദർഭത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഞാൻ കൈപ്പമംഗലം പഞ്ചായത്തിലെ 12-ാം വാർഡിലെ UDFിൻ്റെ സ്ഥാനാർത്ഥിയെ വിജയിച്ചിരിക്കുന്നു. എന്നെ വിജയിപ്പിച്ച എൻ്റെ വോട്ടർമാരെയും പിന്നെ എൻ്റെ ഏറ്റവും കൂടുതൽ എനിക്ക് കടപ്പെട്ടിരിക്കുന്നത്, കൂടുതൽ എനിക്ക് വേണ്ടി വിജയത്തിന് വേണ്ടി കൂടുതൽ ഞാൻ കുറച്ച് പേരുണ്ടാവുള്ളൂ, പക്ഷേ ഏറ്റവും കൂടുതൽ സഹായിച്ചത് നമ്മളെ എൻ്റെ മഞ്ജിതക്കയും പിന്നെ ബാബുച്ചേട്ടനാണ്. അവരിന് കൂടുതൽ എന്നെ സഹായിച്ചിട്ടുള്ളൂ. ഈ വിജയത്തിൽ ഏറ്റവും കൂടുതൽ അവരായിരിക്കും എൻ്റെ വിജയത്തിന് ഏറ്റവും കൂടുതൽ. പിന്നെ എൻ്റെ വോട്ടർമാരോട് ഞാൻ നന്ദി പറയുന്നു. കൈപ്പമംഗലം പഞ്ചായത്ത് 19-ാം വാർഡ് BJP സ്ഥാനാർത്ഥിയായി എന്നെ എല്ലാവരും പിന്തുണച്ച് ജയിപ്പിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവരോടും എൻ്റെ നന്ദി പറയുന്നു. പെരിഞ്ഞനം 13-ാം വാർഡിലെ സ്ഥാനാർത്ഥിയാണ്, BJP സ്ഥാനാർത്ഥിയാണ്. എൻ്റെ ഈ വിജയം വൻ വിജയമാക്കി തന്ന എൻ്റെ ജനങ്ങളോടും എൻ്റെ കൂടെ പ്രവർത്തിച്ചവരോടും ഒരുപാട് നന്ദിയുണ്ട്. ഇനി തുടർന്നുള്ള ഭരണരംഗത്തൊക്കെ ഞങ്ങൾ കൂടുതൽ ശക്തമായിട്ട് പ്രവർത്തിക്കുന്നത് ഞാൻ ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു. കൈപ്പമംഗലം പഞ്ചായത്തിൽ 2-ാം വാർഡ്, 3-ാം വാർഡ്, 20-ാം വാർഡിൽ 2 പ്രാവശ്യമായിട്ട് 4 പ്രാവശ്യം ഞാൻ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ജയിച്ചു. കഴിഞ്ഞ പ്രാവശ്യം 300 വോട്ടിൻ്റെ ഭൂരിപക്ഷമായിരുന്നെങ്കിലും ഇപ്രാവശ്യം 6 സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു, എങ്കിലും തരക്കേടില്ലാത്ത ഭൂരിപക്ഷത്തിൽ ജയിച്ചു. ഞാൻ ചെയ്ത സേവനം ജനങ്ങൾ അംഗീകരിച്ചതിൻ്റെ ഒരു തെളിവാണ് എൻ്റെ ജയം. അതുപോലെ തന്നെ മതേതരത്വം സംരക്ഷിക്കണമെങ്കിലും എല്ലാ കാര്യത്തിനും LDFിൻ്റെ ഉണ്ടാവണമെന്ന് ജനങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ട്. അതിൻ്റെ ഒരു റിസൾട്ടാണ് ഈ കണ്ടത്. പെരിഞ്ഞനത്ത് വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ വിജയക്കൊടി പാർപ്പിച്ചിരിക്കുകയാണ്. 15-ൽ 13 സീറ്റ് നേടിക്കൊണ്ട് ഉജ്ജ്വല വിജയമാണ് ഞങ്ങൾ കരസ്ഥമാക്കിയിരിക്കുന്നത്. ഒരു സീറ്റ് BJP ജയിച്ചു എന്നത് കോൺഗ്രസ് അവിടെ നിശ്ചലമായിരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. മറ്റെല്ലാ അർത്ഥത്തിലും പെരിഞ്ഞനത്തിൻ്റെ മുഴുവൻ ആളുകളും LDFിനെ പിന്തുണച്ചു. എല്ലാ ആളുകൾക്കും LDFിൻ്റെയും ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ നന്ദി രേഖപ്പെടുത്തി. എടത്തിരുത്തി പഞ്ചായത്ത് ചമക്കാലയിൽ നിന്നും വൻ ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിച്ച 9-ാം വാർഡിലെ എല്ലാ ജനങ്ങൾക്കും പ്രത്യേകം നന്ദി പറയുന്നു. എടത്തിരുത്തി പഞ്ചായത്തിലെ 11-ാം വാർഡ് LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചു വിജയിച്ചു. എൻ്റെ ഒപ്പം നിന്ന എല്ലാ എൻ്റെ മുതിർന്ന സഖാക്കൾക്കും എൻ്റെ പ്രവർത്തിച്ച എല്ലാവർക്കും മുഴുവൻ വോട്ടർമാർക്കും എൻ്റെ നന്ദി രേഖപ്പെടുത്തി. ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ചിട്ടയായ പ്രവർത്തനങ്ങളും ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് മുൻകാലങ്ങളിൽ കാണിച്ചതുപോലെയുള്ള പ്രതിബദ്ധതയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുൻ മെമ്പർമാർ തിരിച്ച് കാണിച്ചിട്ടുള്ള ഉത്തരവാദിത്വവും ആണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ എടുത്തു കാണുന്നത്. പെരിഞ്ഞനം പഞ്ചായത്തിൽ 2-ാം വാർഡിൽ 2-ാം ഘട്ടം ഞാൻ മത്സരിച്ചതാണ്. കഴിഞ്ഞ ടേണിൽ ഞാൻ 72 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച് ഇപ്രാവശ്യം ജനങ്ങളുടെ എൻ്റെ പ്രവർത്തനം കാഴ്ചവെച്ച് എന്നോടൊപ്പം സഹകരിച്ച എല്ലാവരും നല്ല രീതിയിൽ എന്നെ വിജയിപ്പിച്ചിട്ടുണ്ട്. 261 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ഞാൻ ജയിച്ചിട്ടുണ്ട്. അതിൽ എൻ്റെ 2-ാം വാർഡിലുള്ള എല്ലാ വോട്ടർമാരോടും വളരെ സ്നേഹത്തോടെ കടപ്പാടും നന്ദിയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ രേഖപ്പെടുത്തുന്നു. എടത്തിരുത്തിയുടെ മണ്ണ് 3-ാമത്തെ തവണയും LDF ഭരണത്തിലേറിക്കൊണ്ട് കാത്തു സൂക്ഷിച്ചിരിക്കുന്നത്. എല്ലാത്തരം കുപ്രചാര വേലയെയും മറികടന്നുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ വിജയം കരസ്ഥമാക്കിയത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി വോട്ട് ചെയ്ത് സഹായിച്ച മുഴുവൻ ജനങ്ങൾക്കും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവിധ നന്ദിയും അഭിവാദ്യവും അർപ്പിക്കുകയാണ്. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിലെ 16-ാം വാർഡിലെ LDF സ്ഥാനാർത്ഥിയായ ബൈന പ്രദീപാണ് ഞാൻ. എനിക്ക് വോട്ട് ചെയ്ത എല്ലാ വോട്ടർമാർക്കും
ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. എന്നാൽ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വാർഡിലേക്ക് ചെയ്യുന്നതാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇടതുപക്ഷത്തിലുള്ള എല്ലാ ആളുകളുടെയും ഒത്തൊരുമിച്ചിട്ടുള്ള ഒരു പ്രവർത്തനമാണ് അതിൽ എൻ്റെ വിജയത്തിനുള്ള ഒരു പ്രധാനപ്പെട്ട അടിസ്ഥാനം. രണ്ടാമത്, മത ന്യൂനപക്ഷങ്ങളിൽപ്പെട്ട ആളുകൾ ഈ തെരഞ്ഞെടുപ്പിൽ ഭയാശങ്കകളോടുകൂടിയാണ് സമീപിച്ചത്. അതിൻ്റെ രാഷ്ട്രീയ സാഹചര്യം യഥാർത്ഥത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് അനുകൂലമായിരുന്നു. അതാണ് ഈ മണ്ഡലത്തിൽ പൊതുവെ അതെല്ലാ പഞ്ചായത്തുകളിലുമുള്ള ഇടതുപക്ഷ സ്ഥാനാർത്ഥികളുടെ വിജയം വ്യക്തമാക്കുന്നത്. ദേശീയപാതയിൽ തൃത്തലൂർ ഏഴാങ്കല്ലിൽ ബൈക്കും കാറും കൂട്ടിയിടിച്ച് ചളിങ്ങാട് സ്വദേശിയായ യുവാവ് മരിച്ചു. കയ്പമംഗലം ചളിങ്ങാട് സ്വദേശി പുന്നിലത്ത് നാസറിന്റെ മകൻ 21 വയസ്സുള്ള മുഹമ്മദ് ഹാസിലാണ് മരിച്ചത്. സഹയാത്രികനായിരുന്ന കയ്പമംഗലം തളിക്കുളം വീട്ടിൽ മുനീറിനെ ഗുരുതര പരിക്കുകളോടെ വാടനപ്പള്ളി ആക്സ് പ്രവർത്തകർ തൃശൂർ ഹൈടെക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 3 മണിയോടെയാണ് അപകടം. ചേറ്റുവയിൽ നിന്ന് വാടനപ്പള്ളി ഭാഗത്തേക്ക് വരികയായിരുന്ന കാർ മറ്റൊരു റോഡിലേക്ക് തിരിക്കുന്നതിനിടയിൽ ബൈക്ക് ഇടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. വാടനപ്പള്ളി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. വീണ്ടും പ്രധാന വാർത്തകൾ. തൃശൂർ ജില്ലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF-ന് വൻ മുന്നേറ്റം. ഏങ്ങണ്ടിയൂർ മുതൽ എറിയാട് വരെയുള്ള പഞ്ചായത്തുകളിൽ നാട്ടികയൊഴികെ എല്ലാ പഞ്ചായത്തുകളും LDF-ന്. കയ്പമംഗലം പഞ്ചായത്ത് LDF പിടിച്ചെടുത്തു. ദേശീയപാതയിൽ തൃത്തലൂർ ഏഴാങ്കല്ലിൽ ബൈക്കും കാറും കൂട്ടിയിടിച്ച് ചളിങ്ങാട് സ്വദേശിയായ യുവാവ് മരിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.